എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ സമവാക്യ പരിഹാരം സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന പാഠഭാഗമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തായി നമുക്ക് കുറച്ച് പ്രായത്തെ കുറിച്ചുള്ള കണക്കുകളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ടുപേരാണുള്ളത്, അജയനും വിജയനും. അപ്പൊ അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ വിജയൻ അജയൻ. ഇത് ഞാനൊന്ന് ചുരുക്കി അങ്ങ് എഴുതാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം അപ്പൊ ഇങ്ങനെ എഴുതാകുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് കുറഞ്ഞു കിട്ടും. അപ്പൊ അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ. അപ്പൊ വിജയന്റെ എക്സ് എന്ന് എടുത്താൽ അജയന്റെ വയസ്സ് എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 10 വയസ്സ് കൂടുതൽ. അടുത്ത വർഷം, അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ രണ്ടുപേർക്ക് എന്താ സംഭവിക്കുക? ഓരോ വയസ്സ് കൂടും. ഒരു വർഷം കഴിയുമ്പോൾ രണ്ടുപേർക്കും ഓരോ വയസ്സ് കൂടും. എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 1 ആവും. 10 എന്നുള്ളത് അതിൻ്റെ കൂടെ ഒന്നുകൂടി എക്സ് പ്ലസ് 11 ആകും. പിന്നെന്താ പറയുന്നത്? അടുത്ത വർഷം അജയന്റെ പ്രായം, ഇത് അടുത്ത വർഷം അജയന്റെ പ്രായം എന്ന് പറയുന്നത് സമം അജയന്റെ പ്രായം സമം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. 2 ഇൻറ്റു എക്സ് പ്ലസ് 1, 2 മടങ്ങ് വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. എക്സ് പ്ലസ് 11 സമം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2. എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി. അപ്പൊ 2x 11 മൈനസ് 2 സമം 2x മൈനസ് എക്സ്. അതായത് ഈ 2നെ ഇപ്പുറത്തുകൊണ്ടുവന്ന് മൈനസ് 2 ആക്കി, എക്സിനെ അപ്പുറത്തുകൊണ്ടുപോയി മൈനസ് എക്സ് ആയി. 11 മൈനസ് 2 9. 9 സമം എക്സ്. അതായത് എക്സ് 9 എന്ന് കിട്ടി. എക്സ് 9 എന്ന് കിട്ടി. അതായത് വിജയന്റെ ഇപ്പോഴത്തെ പ്രായം 9 എന്ന് കിട്ടി. വിജയന്റെ ഇപ്പോഴത്തെ പ്രായം, വിജയനാണോ നമ്മൾ എക്സ് ആയിട്ട് എടുത്തല്ലേ? 9 വയസ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അജയൻ എത്രയായിരിക്കും? ഇതിനേക്കാൾ 10 കൂടുതൽ. അജയന്റെ ഇപ്പോഴത്തെ പ്രായം സമം എത്ര? എക്സ് പ്ലസ് 10. അതായത് 9 പ്ലസ് 10 സമം 19 വയസ്സ്. അപ്പം അജയന് 19 വയസ്സും വിജയന് 9 വയസ്സുമാണ് പ്രായം. 92-ലെ ഒന്നാമത്തെ ചോദ്യം. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അപ്പൊ അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങ്. അപ്പൊ അപ്പുവിന്റെ പ്രായം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എക്സ്. അപ്പൊ അമ്മയുടെ പ്രായമോ അതിന്റെ 9 മടങ്ങ്, ഇതിന്റെ 9 മടങ്ങ്. അപ്പം അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം
അതിന്റെ 9 മടങ്ങ്, അതായത് 9x. 9 വർഷം കഴിയുമ്പോൾ, ഇപ്പൊ വയസ്സ് മാറിക്കൊണ്ടേയിരിക്കും, ഓരോ വർഷം കഴിയുന്തോറും ഓരോ വയസ്സ് കൂടും. അപ്പൊ 9 വർഷം കഴിയുമ്പോൾ 9 വയസ്സ് കൂടും. 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടും. 3 വർഷം കഴിയുമ്പോൾ 3 വയസ്സ് കൂടും. അപ്പൊ 9 വർഷം കഴിയുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ വയസ്സ് എന്താണ്? എക്സിന്റെ കൂടെ 9 കൂടി കൂടും. എക്സിന്റെ കൂടെ 9 കൂടി കൂടും. ഇനി 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ്, 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ്, വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ്. അമ്മയ്ക്കും എന്താണ്? 9 വയസ്സ് കൂടും അല്ലേ? അതായത് 9x കൂടെ 9 കൂടി കൂടും. പിന്നെ ഇവിടെ ഒരു ബന്ധം പറയുന്നുണ്ട്. എന്താണ്? 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. അതായത് അമ്മയുടെ വയസ്സിന്റെ 3 മടങ്ങായിരിക്കും, അമ്മയുടെ വയസ്സിന്റെ 3 മടങ്ങായിരിക്കും അപ്പുവിന്റെ വയസ്സ്. അതായത് 3 × x + 9, x + 9ന്റെ 3 മടങ്ങ്. നമുക്ക് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 9x + 9 = 3 × x 3x, 3 × 9 9 27. ഇനി ഈ എക്സിനെ എപ്പുറത്തോട്ട് വരുമ്പോ 9x - 3x എന്നാവും. ഈ +9നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ -9 എന്നാവും. 9x - 3x 6x. 27 ന്ന് 9 പോയാൽ എത്ര വരും? 18. 6x = 18 എന്ന് കിട്ടും. 6x = 18. അപ്പൊ ഇതിൽ നിന്ന് x കിട്ടും അല്ലേ? 18 / 6 = 3. അപ്പം x = 3. അതായത് അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം 3. അപ്പൊ അമ്മയുടെയോ? 9 × 3 വയസ്സിന്റെ, അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങ്, അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങ്. അപ്പം അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം 3 വയസ്സ്. അപ്പൊ അമ്മയുടെയോ? ഇതിന്റെ 9 മടങ്ങ്. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം സമം 9 × 3 സമം 27 വയസ്സ്. അമ്മയ്ക്ക് 27 വയസ്സും മകന് 3 വയസ്സുമാണ് ഉള്ളത്. ഓക്കെ. പേജ് 92-ലെ രണ്ടാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തുല്യമാണ്. ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങായിരുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര? അപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തുല്യമാണെന്നാ പറഞ്ഞത്. അപ്പൊ ആൺകുട്ടികൾ 10 ആണെങ്കിൽ പെൺകുട്ടികൾ 10, ആൺകുട്ടികൾ 20 ആണെങ്കിൽ പെൺകുട്ടികളും 20. അപ്പൊ നമ്മളിവിടെ ആൺകുട്ടികൾ x എന്ന് എടുക്കുക, പെൺകുട്ടികളുടെ എണ്ണവും x തന്നെയാണ്, തുല്യമാണെന്നാണ്. അപ്പൊ നമുക്കിവിടെ ആൺകുട്ടികളുടെ എണ്ണം x ആയിട്ട് എടുക്കാം. ആൺകുട്ടികളുടെ എണ്ണം x. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണോ? പെൺകുട്ടികളും x. പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികൾ എത്രയുണ്ടോ അത്ര തന്നെ പെൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികളുടെ എണ്ണം x.
പിന്നെന്താ പറയുന്നു? 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. പക്ഷെ പെൺകുട്ടികളാണെങ്കിലോ എല്ലാവരും വന്നു. ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങാണ്. അന്ന് 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങാണ്. എങ്കിൽ ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര? അപ്പൊ രണ്ടും തുല്യമായ സംഖ്യയാണ്, ഒരേ സംഖ്യയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഒരു ദിവസം 8 പേര് വന്നില്ല, ഒരു ദിവസം 8 ആൺകുട്ടികൾ ഹാജരായില്ല. ഒരു ദിവസം 8 ആൺകുട്ടികൾ ഹാജരായില്ല. അന്നത്തെ ദിവസത്തെ ആൺകുട്ടികളുടെ എണ്ണം 8 പേര് കുറയും അല്ലേ? അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം എക്സിൽ നിന്ന് 8 പേര് കുറഞ്ഞു. അതേ ദിവസം തന്നെ പെൺകുട്ടികൾ എല്ലാവരും ഉണ്ട്, പെൺകുട്ടികൾ എക്സ് തന്നെ ഉണ്ട്. എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം പിന്നെ മാറ്റമില്ല, പെൺകുട്ടികളുടെ എണ്ണം എക്സ് തന്നെയാണ്. അവരെല്ലാവരും വന്നു. പിന്നെ ഇവിടെ ഒരു ബന്ധം പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു. ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊടുക്കണം, 2 മടങ്ങ്. നമുക്ക് സോൾവ് ചെയ്യാം. എക്സ് സമം 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു -8 -16. അപ്പം ഈ 16 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം +16 ആവും. ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുവരുമ്പം -x. 16 സമം എക്സ്, അതായത് എക്സ് സമം 16 എന്ന് കിട്ടി. എക്സ് സമം 16, അതായത് ആൺകുട്ടികളുടെ എണ്ണം 16. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണവും 16 തന്നെ. അപ്പോ ആൺകുട്ടികളുടെ എണ്ണം സമം 16, പെൺകുട്ടികളുടെ എണ്ണം സമം 16. അപ്പൊ ക്ലാസ്സിൽ 16 32 കുട്ടികളാണ് ഉള്ളത്. എത്ര? 32. അപ്പോ 16 ആൺകുട്ടികൾ 16 പെൺകുട്ടികൾ. 8 പേര് വന്നില്ല എന്ന് പറയുമ്പോ അന്ന് 8 പേര്, പെൺകുട്ടികൾ 16. 8ന്റെ ഡബിൾ, 8 ഇൻറ്റു 2 16. അതായത് 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ 2 മടങ്ങ്. മനസ്സിലായോ? 8 2 16. അപ്പൊ ചെയ്ത കണക്കെല്ലാം മനസ്സിലായെന്ന് വരുന്നതോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.